നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സമസ്യയായിരുന്നു ഇന്ത്യയുടെ വിഭജനം. ആ ചോദ്യത്തെ ഡോക്ടർ അംബേദ്കർ എങ്ങനെയാണ് സമീപിച്ചത്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ വളരെ ആഴത്തിലുള്ളതും പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നതുമായ ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോ ഈ വിഷയത്തെ അദ്ദേഹം സമീപിച്ച രീതി എന്തായിരുന്നുവെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒരു സർജന്റെ സൂക്ഷ്മതയോടെ വികാരങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കാതെ വസ്തുതകളെ മാത്രം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അപഗ്രഥനം. സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും അത് തുറന്നു പറയാൻ അദ്ദേഹം ഒട്ടും മടിച്ചില്ല. അപ്പോ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് ഈ 5 പോയിന്റുകളിലൂടെ ഒന്ന് നോക്കാം. ഇവ ഓരോന്നും എങ്ങനെയാണ് അടുത്തതിലേക്ക് കണക്റ്റ് ആകുന്നത് എന്നും നമുക്ക് കാണാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, അംബേദ്കർ പാകിസ്ഥാന്റെ വക്താവായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ എന്ന നിലയിൽ പാകിസ്ഥാൻ എന്ന ആവശ്യത്തെ വൈകാരികമായി തള്ളിക്കളയാതെ അതിന്റെ എല്ലാ വശങ്ങളും ശരിക്കും പഠിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആരെയും കൺവിൻസ് ചെയ്യുക എന്നതായിരുന്നില്ല, മറിച്ച് കാര്യങ്ങൾ എന്താണെന്ന് തുറന്നു കാണിക്കുക എന്നതായിരുന്നു. അന്നത്തെ കാലത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര ഇമോഷണലായിരുന്നു. പക്ഷെ അംബേദ്കർ അതിൽ നിന്നൊക്കെ മാറി നിന്ന് വസ്തുതകളും തെളിവുകളും മാത്രം വെച്ചുകൊണ്ട് ഒരു നിഷ്പക്ഷമായ വിശകലനം നൽകാനാണ് ശ്രമിച്ചത്. അപ്പോ എന്തായിരുന്നു ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം? അംബേദ്കറുടെ ഡയഗ്നോസിസ് എന്തായിരുന്നു എന്ന് നോക്കാം. ദേശീയത അല്ലെങ്കിൽ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അംബേദ്കർ അതിന് കൊടുക്കുന്ന നിർവചനം വളരെ സിമ്പിളാണ്. അതൊരു നമ്മൾ ബോധമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്, മറ്റുള്ളവർ വേറെയാണ് എന്നൊരു ആഴത്തിലുള്ള തോന്നൽ. ഇതൊരു കൂട്ടം ആളുകളെ ഒന്നിച്ചു നിർത്തുകയും മറ്റുള്ളവരിൽ നിന്ന് അവരെ വേർതിരിക്കുകയും ചെയ്യും. ഇവിടെയാണ് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ഇന്ത്യയിലുള്ളത് 2 സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതായത് ഒരേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുള്ള 2 ജനത. ഈ തിയറി വെറുതെ പറയുകയല്ല അദ്ദേഹം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. 1940-ൽ മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം പാസാക്കിയപ്പോൾ ഈ ആശയം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറി. അതോടെ പാകിസ്ഥാൻ എന്ന ചോദ്യം ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒന്നായി തീർന്നു. ശരി, അപ്പോ ഇന്ത്യയെ ഒന്നായി നിർത്തിയാൽ പോരെ, എന്തിനാ വിഭജിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ വാദങ്ങളെ അംബേദ്കർ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത് എന്ന് നോക്കാം. അദ്ദേഹം എഡ്മണ്ട് ബർക്കിന്റെ ഈ വാക്കുകൾ ഉദ്ധരിക്കുന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരു ജനതയെ നിങ്ങൾക്കെപ്പോഴും അടക്കി ഭരിക്കാൻ പറ്റില്ല. അത് താൽക്കാലിക മാത്രമാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ അവരതിനെതിരെ തിരിയും. അതായത് യഥാർത്ഥ ഐക്യം വരേണ്ടത് മനസ്സിൽ നിന്നാണ്, അല്ലാതെ നിയമം കൊണ്ടോ പട്ടാളത്തെ വെച്ചോ ഉണ്ടാക്കുന്ന ഒന്നല്ല. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ബർമ്മയുടെ കാര്യം. ബർമ്മ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. വേർപിരിഞ്ഞു പോയപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല. അപ്പൊ പിന്നെ പാകിസ്ഥാന്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഈ വൈകാരികത? ഓക്കേ, ഇനി നമുക്ക് ഈ 2 രാഷ്ട്രങ്ങൾ എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അവരെ നിർബന്ധിച്ച് ഒന്നിച്ചു നിർത്തിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് അംബേദ്കർ അടുത്തതായി പറയുന്നത്. അദ്ദേഹം പ്രവചിച്ചൊരു കാര്യമാണ് ഈ 50-50 ഡിമാൻഡ്. അതായത് ഗവൺമെന്റിലും പട്ടാളത്തിലും ഉദ്യോഗങ്ങളിലും എല്ലാത്തിലും 50% മുസ്ലിങ്ങൾക്ക് വേണം എന്ന ആവശ്യം വരും. പ്രധാനമന്ത്രി ഹിന്ദു ആണെങ്കിൽ ഉപപ്രധാനമന്ത്രി മുസ്ലിമായിരിക്കണം. ഇങ്ങനെ പോയാൽ എന്താകും അവസ്ഥ? രാജ്യം മുഴുവൻ ഒരു വടംവലിയിൽപ്പെട്ട് സ്തംഭിച്ചു പോകും. ഇത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹം കണക്കുകൾ നിരത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധകാലത്തെ ഇന്ത്യൻ ആർമിയുടെ കാര്യം നോക്കൂ. ഏകദേശം 34% മുസ്ലിങ്ങളായിരുന്നു. അതൊരു സൈനിക യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയുമോ? ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ മുന്നോട്ടു പോകില്ല. രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദു മുസ്ലിം പ്രശ്നം മാത്രം ചർച്ച ചെയ്താൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ജാതി പോലുള്ള യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക? അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? വളരെ പ്രയാസമുള്ള പക്ഷേ പ്രായോഗികമായ ഒരു വഴിയാണ് അംബേദ്കർ നിർദ്ദേശിക്കുന്നത്: സമാധാനത്തിനുള്ള വില. അദ്ദേഹം മുന്നോട്ടുവെച്ച പരിഹാരം പലർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ന്യൂനപക്ഷങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായി തോന്നാം, പക്ഷെ അദ്ദേഹം പറയുന്നത് സാമുദായിക സമാധാനത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നാണ്.
ഗ്രീസ്, തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയ കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നീട് നടന്നതുപോലെയുള്ള ഒരു കൂട്ടക്കൊലയും കലാപവുമല്ല. വളരെ പ്ലാൻഡായ, ചിട്ടയായ ഒരു വിഭജനത്തിനുള്ള രൂപരേഖയാണ് അദ്ദേഹം നൽകിയത്. അതിർത്തി വരയ്ക്കാൻ ഒരു കമ്മീഷൻ, പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം, അവരുടെ സ്വത്തുക്കൾക്ക് കൃത്യമായ വില നൽകാനുള്ള സംവിധാനം എല്ലാം വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അംബേദ്കറുടെ കണ്ണിൽ ഇത് ഇന്ത്യയെ നശിപ്പിക്കാനുള്ളൊരു പ്ലാൻ ആയിരുന്നില്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളെയും രക്ഷിക്കാനുള്ള ഒരു വഴിയായിരുന്നു. ഒന്നിച്ചു നിന്ന് എപ്പോഴും തല്ലുകൂടി നശിക്കുന്നതിലും നല്ലത് സമാധാനപരമായി വേർപിരിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ അംബേദ്കറുടെ ഈ വിശകലനം നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം വെക്കുന്നുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളുള്ള, സ്തംഭിച്ചുപോയ ഒരു ഐക്യമാണോ നല്ലത്? അതോ ഒരുപാട് വേദന സഹിച്ചാണെങ്കിലും ഒരു പ്ലാൻഡ് സെപ്പറേഷനാണോ നല്ലത്? ഇതായിരുന്നു അന്ന് അവരുടെ മുന്നിലുണ്ടായിരുന്ന ചോദ്യം. ഉത്തരം നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ്.